കടലിൽ സഞ്ചരിക്കുന്നത് നാം കാണും. എന്നാൽ ആ കപ്പലിനെ യുദ്ധത്തിനായി സജ്ജമായി നിലനിർത്തുന്നത് ആരാണ്? അതിന് ഇന്ധനം എത്തിക്കുന്നവർ ആരാണ്? ഭക്ഷണവും ആയുധങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും എത്തിക്കുന്ന കപ്പലുകൾ ഏതൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാധാരണയായി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വലിയ വാണിജ്യ സമുദ്ര ശൃംഖലയാണ്. യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, ഇന്ധന ടാങ്കറുകൾ, ചരക്കു കപ്പലുകൾ, കപ്പലുടമകൾ, മാനേജ്മെന്റ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, സ്വകാര്യ കരാറുകാർ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളാണ് ഒരു സൈനിക നീക്കത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ യുദ്ധമിനി കടലിൽ സൈനികർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മാത്രം ഒതുങ്ങുന്നില്ല. സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന ഈ അദൃശ്യ വിതരണ ശൃംഖലയും യുദ്ധത്തിന്റെ നിർണായക ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്ന കമ്പനികളെയും കപ്പലുകളെയും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് യുദ്ധക്കപ്പൽ എവിടെയാണ് എന്ന് മാത്രമല്ല, അതിനു പിന്നിൽ സാധനങ്ങൾ എത്തിക്കുന്നത് ആരാണ് എന്നും എവിടെ നിന്നാണ് ആ സഹായം എത്തുന്നതെന്നും ഇറാൻ പരിശോധിച്ചു വരികയാണ്. ഇറാൻ മാധ്യമമായ നൂർ ന്യൂസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ മേഖലയിലേക്ക് എത്തിക്കുന്ന കമ്പനികളുടെയും സ്വകാര്യ കപ്പലുകളുടെയും സമുദ്ര സേവനദാതാക്കളുടെയും വിവരങ്ങൾ ഇറാനിയൻ സായുധ സേന ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതായി പറയുന്നു. ഇന്ധനം, വെടിമരുന്ന്, സൈനിക ഉപകരണങ്ങൾ, ഭക്ഷണം തുടങ്ങിയവയുടെ ഗതാഗതത്തിൽ വാണിജ്യ കപ്പലുകൾക്കുണ്ടാകുന്ന പങ്ക് പ്രധാനമായും പരിശോധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ അവകാശവാദം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇറാനിയൻ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ അവകാശവാദം മാത്രമാണ്. അമേരിക്കൻ സൈനിക ശക്തിയുടെ ഒരു പ്രധാന ഘടകം അതിന്റെ ആഗോള ലോജിസ്റ്റിക് സംവിധാനമാണ്. അമേരിക്കൻ സൈനികർക്ക് ആവശ്യമായ ഇന്ധനം, ഭക്ഷണം, വാഹനങ്ങൾ, യന്ത്രഭാഗങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റ് സാമഗ്രികൾ എന്നിവ വലിയ തോതിൽ കടൽമാർഗം നീക്കേണ്ടി വരുന്നു. ഇതിനായി അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്കൊപ്പം സ്വകാര്യ മേഖലയിലെ കപ്പൽ കമ്പനികളെയും കരാർ അടിസ്ഥാനത്തിലുള്ള സേവനങ്ങളെയും ആശ്രയിക്കുന്നു. മിലിറ്ററി സീലിഫ്റ്റ് കമാൻഡ്, US ട്രാൻസ്പോർട്ടേഷൻ കമാൻഡ് തുടങ്ങിയ സംവിധാനങ്ങൾ ഈ വിശാലമായ ഗതാഗത ശൃംഖലയുടെ ഭാഗമാണ്. 2026 അമേരിക്കൻ സർക്കാർ വാണിജ്യ സമുദ്ര ഗതാഗത സേവനങ്ങൾക്കായി സ്വകാര്യ കമ്പനികളുമായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകൾ തുടർന്നുവെന്ന രേഖകളും ഇതിന് പശ്ചാത്തലമൊരുക്കുന്നു. റിപ്പോർട്ടിൽ മേഴ്സ്ക്, ഷൂലർ ലൈൻ നാവിഗേഷൻ, ക്രൗളി ഗവൺമെന്റ് സർവീസസ്, ഓവർസീസ് ഷിപ്പ് ഹോൾഡിംഗ് ഗ്രൂപ്പ്, സീബർഗ് ടാങ്കേഴ്സ്, പാട്രിയറ്റ് കോൺട്രാക്ട് സർവീസസ് തുടങ്ങിയ കമ്പനികളുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം SLNC ക്രോസിസ്ക, SLNC ഗുഡ്വിൽ, SL ഹവായി, SLNC പാക്സ്, സ്റ്റീന ഇംപെക്കബിൾ, സ്റ്റീന ഇംപറേറ്റീവ്, ടോം തോർ, ടോം തണ്ടർ തുടങ്ങിയ കപ്പലുകളുടെ വിവരങ്ങളും ഇറാൻ ശേഖരിച്ചു എന്നാണ് അവകാശവാദം. എന്നാൽ ഒരു കമ്പനിയുടെ പേരോ ഒരു കപ്പലിന്റെ പേരോ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടു എന്നത് മാത്രം ഒരു സ്ഥാപനം നിയമവിരുദ്ധമായോ സൈനികമായോ പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാനാകില്ല എന്നും റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ സ്ഥാപനത്തിന്റെയും യഥാർത്ഥ ഇടപെടൽ പിന്നീട് പരിശോധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതേസമയം അമേരിക്കൻ ഭാഗത്തു നിന്നും കടൽ ഉപരോധം ശക്തമാക്കാനുള്ള ശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇറാനിയൻ തുറമുഖങ്ങളിലെ നാവിക ഉപരോധം ദീർഘകാലത്തേക്ക് പോലും നിലനിർത്താൻ അമേരിക്കൻ നാവികസേനയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാൻ ഉപരോധം തകർക്കാൻ കൂടുതൽ ആക്രമണാത്മക നടപടികളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം വാണിജ്യ കപ്പലുകൾക്ക് യുദ്ധത്തിന്റെ നേരിട്ടുള്ള അപകട സാധ്യത വർദ്ധിച്ചു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാൻ കഴിയുകയില്ല. അമേരിക്കൻ സൈനിക ശേഷിയെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അതിന്റെ പിന്നിലുള്ള ലോജിസ്റ്റിക്കൽ ശൃംഖലയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ സൂചനയായും ഇതിനെ വായിക്കാം. ഒരു യുദ്ധക്കപ്പലിനെ ആക്രമിക്കുന്നതിന് വലിയ സൈനിക പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടായേക്കാം. എന്നാൽ അതിന് ഇന്ധനം എത്തിക്കുന്ന കപ്പലുകൾ, ചരക്ക് ഗതാഗത കരാറുകൾ, തുറമുഖ സേവനങ്ങൾ, സ്വകാര്യ സമുദ്ര കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ട സാമ്പത്തികവും നിയമപരവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള തന്ത്രമായിരിക്കാം. ഇതോടൊപ്പം അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലക്ക് പുതിയൊരു അനിശ്ചിതത്വം കൂടി രൂപപ്പെടുകയാണ്. ഒരു കമ്പനി അമേരിക്കൻ സൈനിക കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ഇറാന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയരും. മറുവശത്ത് അമേരിക്കൻ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സ്വകാര്യ കമ്പനികൾ പിന്മാറുകയാണെങ്കിൽ സൈനിക ലോജിസ്റ്റിക്സിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാം. ഇതിന്റെ പ്രതിഫലനം ചരക്ക് ഗതാഗത ചെലവിലും ഇൻഷുറൻസ് പ്രീമിയത്തിലും കപ്പൽ വാടകയിലും തുറമുഖ പ്രവർത്തനങ്ങളിലും ഒടുവിൽ ആഗോള ഉപഭോക്താക്കളുടെ ചെലവിലും പ്രത്യക്ഷപ്പെടാം. ചുരുക്കി പറഞ്ഞാൽ ഇറാന് പുതിയ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: ആധുനിക യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന സൈനികർ മാത്രമല്ല യുദ്ധത്തിന്റെ ഭാഗമാകുന്നത്. അവരെ എത്തിക്കുന്ന ഇന്ധനം, ഭക്ഷണം, വെടിക്കോപ്പുകൾ, ഉപകരണങ്ങൾ, കപ്പലുകൾ, തുറമുഖങ്ങൾ, കരാറുകാർ, സ്വകാര്യ കമ്പനികൾ എന്നിവയെല്ലാം യുദ്ധത്തിന്റെ വിശാലമായ ഘടനയിൽ നിർണായക കണ്ണികളാണ്. ഇറാന്റെ അന്വേഷണങ്ങൾ പൂർത്തിയാകുകയും സ്വതന്ത്രമായ തെളിവുകൾ പുറത്തുവരികയും ചെയ്താൽ മാത്രമേ ഓരോ സ്ഥാപനത്തിന്റെയും യഥാർത്ഥ പങ്കാളിത്തത്തിന്റെ വ്യാപ്തി വ്യക്തമായി വിലയിരുത്താനാകൂ. അതുവരെ ഇത് ഒരു മുന്നറിയിപ്പും അതോടൊപ്പം പശ്ചിമേഷ്യയിലെ യുദ്ധം എത്രത്തോളം കടൽ വ്യാപാരത്തിന്റെ ആന്തരിക ശൃംഖലകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞുവെന്നതിന്റെ ശക്തമായ സൂചനയാണ്.